2020 ഓഗസ്റ്റ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു സംഭവമുണ്ടായി. ഒരു വഴക്കിനിടെ ഒരു സ്ത്രീ, പ്രായമുള്ള ഒരു സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അവരുടെ മരണകാരണം കാർഡിയക് അറസ്റ്റാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അവരുടെ മരിച്ച ആ സംഭവത്തിൽ ഇവിടുത്തെ ഒരു പ്രവാസിയെ പോലീസ് പ്രതിയാക്കി. കേരള പോലീസിന്റെ പ്രത്യേകത ആരെയെങ്കിലും ഒക്കെ പിടിച്ച് പ്രതിയാക്കുക, അവരുടെ ജീവിതം തകർത്ത് എറിഞ്ഞു കളയുക. അങ്ങനെ ഒരു മനുഷ്യനാണ് ABC ചാറ്റിൽ ഇന്ന് എനിക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ പേര് ആനന്ദ് എന്നാണ്. ആനന്ദേ, സ്വാഗതം. 2020 ഓഗസ്റ്റ് എന്താ സംഭവിച്ചത്? ഞാൻ എൻ്റെ വീടിൻ്റെ വെളിയിൽ വന്നു, എൻ്റെ കാറെടുത്തു. ഞാൻ എൻ്റെ വീടിന് ഒരു 100 മീറ്റർ ഇല്ല, ഒരു 50 മീറ്ററേ ഉണ്ടാവത്തുള്ളൂ. ഞാൻ റോഡിൽ വരുമ്പോൾ അത് VSC റോഡാണ്. അപ്പോൾ എൻ്റെ കാറ് വന്നു. അവിടെ ഒരു ചെറിയ ആൾക്കൂട്ടം വഴക്ക് കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്നു. വഴക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെ അടിപിടിയൊന്നും ഞാൻ കാണുന്നില്ല. ഇത് കഴിഞ്ഞു ഞാൻ വരുന്ന സമയത്ത് അവിടെ പോലീസ് വണ്ടിയുണ്ട്. ഞാൻ അത് കഴിഞ്ഞു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. ഏറ്റവും ബാക്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ അടുത്തൊരു സുഹൃത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവനോടാണ് കാര്യം ചോദിച്ചത്. വിൻഡോ ഓപ്പൺ ചെയ്തു, അവനോട് കാര്യം ചോദിച്ചു, എടാ എന്താണ് ഇവിടെ പ്രശ്നം? അവൻ എന്നോട് പറഞ്ഞു, എടാ അതാ ഈ അമ്മച്ചീനെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നു, അവരടിച്ചതാണെന്ന് പറയിക്കാൻ വേണ്ടി. മറ്റേ അയാൾക്ക് എന്തോ അടി കിട്ടിയെന്ന് പറയുന്നു, ജോസേട്ടൻ എന്തോ അടി കിട്ടിയെന്ന് പറയുന്നു. ഞാൻ ഇവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, എടാ നീ ഒന്ന് ഫോണിൽ ഒരു വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ യൂസ് ചെയ്ത ഫോണാണ്. ഞാൻ ഏറ്റവും ബാക്ക് ചെയ്യുന്ന ഈ ഫോണിലൊരു ചെറിയൊരു വീഡിയോ എടുത്തപ്പോൾ പോലീസ് നടന്നു വരുന്നത് കണ്ടു. ഞാൻ അപ്പോഴേക്ക് ഫോൺ മാറ്റി വെച്ചിട്ട് അവിടെ നിന്നു. പോലീസ് വന്നു. SI ആണ് കൊണ്ടുവന്നത്. പരിക്ക് പറ്റിയ ആളെയും കൊണ്ടുവന്നു. സ്ഥലം SI ഞങ്ങളുടെ സ്റ്റേഷനിൽ. പുള്ളി എന്നോട് പറയുന്നു, എൻ്റെ കാറാണെന്ന്. ഞാൻ എൻ്റെ കാറാണെന്ന്. തുമ്പ സ്റ്റേഷൻ. അപ്പോൾ ഈ കൊണ്ടുവന്ന ആൾക്ക് SI പിടിച്ചാണ് കൊണ്ടുവരുന്നത്. അയാൾക്ക് ഈ ഭാഗത്തുനിന്ന് ഒത്തിരി ബ്ലഡ് വരുന്നുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ അടി കൊണ്ടുവരുന്ന ആൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, എനിക്ക് സ്റ്റേഷനിൽ കേസുണ്ട്, എനിക്ക് പരാതി കൊടുക്കാൻ പോകണം. അപ്പോൾ SI പറയുന്നു, കേസ് കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, നീ ധൈര്യമായിട്ട് പോടാ എന്ന് പറഞ്ഞ് എൻ്റെ കാറിൽ കയറ്റുന്നു. ഈ പരിക്കേറ്റ ആളെ നിങ്ങളുടെ കാറിൽ പോലീസ് കയറ്റി? അല്ല, ഈ പരിക്ക് പറ്റിയ ആളെയും. അപ്പം ജൂഡ് മൈക്കിൾ എന്ന് പറയുന്ന പയ്യനുണ്ട്, ഈ ജോസ് എന്ന് പറയുന്ന, ഈ ജോസിനാണ് തല പൊട്ടിയിട്ടുള്ളത്. തല ഈ ഭാഗത്ത് ഞാൻ നോക്കുന്നത്, കാരണം അത്രയ്ക്ക് ബ്ലഡായിരുന്നു. എൻ്റെ വണ്ടി കയറ്റി ഞാൻ. അപ്പം ഈ SI എൻ്റെ ചോദിച്ചു, ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും? ഞാൻ പറഞ്ഞു, നമുക്കടുത്ത് അനന്തപുരിയാണ്. അപ്പം എളുപ്പം വരാൻ പറ്റും. നമുക്ക് റെയിൽവേ ക്രോസ് ഇല്ലല്ലോ, നേരെ പോകുമല്ലോ. അപ്പം ഞാൻ അനന്തപുരിയിലേക്ക് ഞാൻ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടൊക്കെ തന്നെയാണ് കൊണ്ടുപോയത്. അപ്പം വണ്ടിക്കകത്ത് ഫുള്ള് ബ്ലഡായി. ഞാൻ തന്നെ കൊണ്ടുപോയി. എൻ്റെ ATM കാർഡ് ഉപയോഗിച്ച് ഞാൻ ഇവർക്ക് OP ടിക്കറ്റ് എടുക്കുകയാണ്. ഞാൻ OP ടിക്കറ്റ് എടുത്ത് ഞാൻ ഏകദേശം എൻ്റെ ATM നിന്ന് കാശ് കട്ടായിരിക്കുന്നത് 7:48 ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 7:20 ആ സമയത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ 20 മിനിറ്റ്സിനകത്ത് ഞാൻ പുള്ളി അവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, കാര്യങ്ങൾ ചെയ്തു. ഇവരെ രണ്ടുപേരെയും അവിടെ കാഷ്വാലിറ്റിയിൽ അവരെ കൊണ്ടിരിക്കും. ഞാൻ വെളിയിൽ റിസപ്ഷനിലിരിക്കുമ്പോൾ ഒരു 9 മണി കഴിഞ്ഞിട്ടായിരിക്കണം പോലീസ് വണ്ടി വന്നു. റിസപ്ഷനിൽ വന്ന് ചോദിക്കുന്നു, വെളിയിൽ നിന്ന് വന്ന ഈ അടിപിടി കേസിൽ വന്ന ആരൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നു. 2 പേരെ ചോദിക്കുന്നു. അപ്പം റിസപ്ഷനിലിരുന്ന ആൾ പറയുകയാണ്, പുള്ളിയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പേര് ചോദിച്ചു പോലീസ്. അപ്പം ഞാൻ ആനന്ദെന്ന് പേര് പറഞ്ഞു. അപ്പോൾ പോലീസാണ് പറയുന്നത്, ഒരാൾ അവിടെ ഒരു അമ്മച്ചി മരണപ്പെട്ടു. അപ്പം അവർ ഈ അടി കിട്ടി മരിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ പറഞ്ഞു ഇവരുടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ ഈ ജോസ് എന്ന് പറയുന്ന ആളുടെ പുള്ളിയുടെ വൈഫ് വന്നു. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേച്ചി പോലീസ് വന്നു, അവരെ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്, എനിക്കറിയത്തില്ല. അപ്പോൾ ചേച്ചി അകത്തോട്ട് പോയി അവരുമായിട്ട് സംസാരിക്കുന്നു. ഞാൻ വണ്ടിയെടുത്ത് വെളിയിലോട്ട് പോകുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു കസിൻ ബ്രദർ വിളിക്കുന്നു, എൻ്റെ വൈഫ് വിളിക്കുന്നു. പോലീസ് എന്നെ തിരക്കി വീട്ടിൽ പോയിട്ടുണ്ട്. പ്രവാസി വ്യവസായിയാണ് എൻ്റെ വീട്ടിൽ. എന്നെ ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ട അതേ പോലീസുകാർ എന്നെ തിരക്കി പോവുകയാണ്. അപ്പം എൻ്റെ വൈഫ് പറഞ്ഞ്, ഹോസ്പിറ്റലിൽ എന്തോ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്താണെന്ന് ചോദിച്ചു. അല്ല ഒന്നുമില്ല, വന്നാൽ പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് വരാൻ പറഞ്ഞു. ഓക്കെ ശരി പറയാമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് പറയുന്നു. ഞാനപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ എന്നെ വിളിച്ച് പറയുമ്പോഴാണ് പറയുന്നത്, ഇവർ 24 പേരുടെ പേര് ഇവർ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ, 24 പേരുടെ. അതേപോലെ തന്നെ ഈ മരണപ്പെട്ട സ്ത്രീ അമ്മച്ചീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവർ മെഡിക്കൽ കോളേജിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 25 പേര് മാരകായുധങ്ങൾ വെച്ച് അടിച്ചിട്ടാണ് അയാൾ മരണപ്പെട്ടതെന്ന്. എന്താണ് മാരകായുധങ്ങൾ? ആര് ഉപദ്രവിച്ചെന്നാണ് ഈ പാമ്പ്? അത് ഉപദ്രവിച്ചാലും ഇല്ലെങ്കിലും താങ്കൾ പരിക്കേറ്റവരെ പോലീസ് താങ്കളുടെ വണ്ടിയിൽ കയറ്റി വിട്ടതാണ് അല്ലേ? അതെ.
ഞാൻ എന്നിട്ട് അന്ന് രാത്രി തന്നെ ഈ പറയുന്ന ആളെ വിളിച്ച് ഈ എസ് ഐയെ വിളിച്ച് സംസാരിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്താ റോള് ഈ സംഭവത്തിൽ? തീർച്ചയായിട്ടും ഇൻവോൾവ്. അവരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടുകൊണ്ടാണ് ചോദിച്ചത്. കടകംപള്ളി സുരേന്ദ്രൻ ചായ കുടിക്കുകയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അവരുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, വർഷങ്ങളായിട്ട് അവരുമായിട്ട് അടുത്ത ബന്ധമുള്ളതാണ്. പുള്ളിക്കാരത്തെയും പുള്ളിക്കാരനും ഒക്കെ അവർ പണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. എനിക്കെതിരെ ചിലപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുണ്ടാവില്ല, കാരണം എനിക്കും അയാളെ പേഴ്സണലി അറിയാതില്ല. പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ എല്ലാ പരിപാടിയും നശിപ്പിച്ചു കളഞ്ഞില്ലേ? ബിസിനസ് നശിപ്പിച്ചു. എനിക്ക് കേസെന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് തലയിൽ വെച്ചിരുന്നു. ഞാൻ ഇതിനു മുന്നേ ഒരു പെറ്റി കേസിൽ പോലും പെട്ടിട്ടില്ല. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ 19 ഇവിടെ ഇരുന്ന് KRൻ്റെ കഥ പറഞ്ഞു. KR തകർന്ന കഥ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു. എന്നെ മാരകമായി വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, വീണ്ടും പറയുമെന്ന് പറഞ്ഞു. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യകത ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. ബാക്കി പറഞ്ഞു. എനിക്ക് ഈ കേസെടുത്ത് എൻ്റെ തലയിൽ അങ്ങ് വെച്ചിരുന്നു. എനിക്ക് ഒന്നുകിൽ എന്നെ ഒരു കേസിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. ഇത് എൻ്റെ വൈഫ് പോകുമ്പോഴും ഞാൻ പോകുമ്പോഴും എൻ്റെ റിലേറ്റീവ്സ് പോയി സ്റ്റേഷനിൽ പോയി ചോദിക്കുമ്പോഴും പറയുന്നത് എന്താണെന്നറിയോ? അത് അന്വേഷണ വിധേയമായിട്ട് അത് അന്വേഷണത്തിൽ അവനെ കുറവ് ചെയ്യും. 1 മാസം വെയിറ്റ് ചെയ്തു, 2 മാസം വെയിറ്റ് ചെയ്തു, 3 മാസം വെയിറ്റ് ചെയ്തു, 5 മാസമായിട്ടും കുറവ് ചെയ്യുന്നുമില്ല. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുമില്ല. അറസ്റ്റ് ചെയ്തതുമില്ല. ഇല്ല, എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ എന്നിട്ട് ഈ CA വിളിച്ച് ചോദിക്കണം, സാർ ഞാൻ വന്ന് സറണ്ടർ ആവട്ടെ, എനിക്ക് എൻ്റെ ബിസിനസ് നോക്കണ്ടേ, 100-ൽ കൂടുതൽ വർക്കേഴ്സ് കിടക്കുന്നു. ഞാൻ അവസാനം എനിക്ക് ചെയ്യേണ്ടി വന്നത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ആൾക്കാരെ നാട്ടിൽ കയറ്റി വിടാനൊക്കെ പല രാജ്യങ്ങളിലും നമ്മുടെ നാട്ടുകാരടക്കമുള്ളതാണ്. എത്ര കോടിയുടെ നഷ്ടം വന്നു? എനിക്ക് ഏകദേശം 4 കോടി രൂപയുടെ നഷ്ടം വന്നു. 4 കോടി രൂപ. എൻ്റെ വർക്കുകൾ സ്റ്റോപ്പായി. തകർത്തെറിഞ്ഞു കളഞ്ഞു നിങ്ങളെ. എന്തിനു വേണ്ടി? ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിൽ കൂടുതൽ ഈ നാട്ടിൽ നിന്നിട്ടില്ല. ഞാൻ ഇതിനു മുന്നേ ഏതെങ്കിലും കേസുകളിൽ പ്രതിയാണോ? അല്ല. പിന്നെ എന്തിനാണ് എന്നെ ഇതിനകത്ത് എൻ്റെ പേര് വെച്ചത്? 25 ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അവർക്ക് ഹൃദയാഘാതമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെ നിങ്ങൾ പ്രതിയാവുന്നു? ഈ അമ്മച്ചി 5 വർഷമായിട്ട് എൻ്റെ ബന്ധുക്കളാണ്. 5 വർഷമായിട്ട് ജൂബിലി ഹോസ്പിറ്റലിൽ ഇവർക്ക് 2 സ്റ്റെങ്ത് ഇട്ട് കിടക്കുന്ന ആളാണ്. അവരേത് സമയവും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ഇറിറ്റേഷൻ ഉണ്ടായാലും അവർ മരണപ്പെടാം. ആ ഒരു കണ്ടീഷനിലാണ് അവർ ജീവിക്കുന്നത്. ഈ പറയുന്ന ആൾക്കാർ ഞാൻ വരുന്ന സമയത്ത് ഈ അമ്മച്ചി അവിടെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം ഇവരവിടെ വെച്ച് പോലീസുകാരുടെ അടുത്ത് പറയുന്ന വ്യക്തമായ വീഡിയോ, പിന്നീട് അവർ തന്നെ എടുത്ത വീഡിയോകളുണ്ട്. എന്താണ് അവർ പറയുന്നത് വീഡിയോയിൽ? ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും, ഞങ്ങൾ ഇവിടെ തന്നെ കിടന്ന് മരണപ്പെടും, ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും എന്നൊക്കെയാണ് ഇവരുടെ മക്കൾ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്ത് എന്താണ്? കൊണ്ടുപോയതല്ലേ, ആശുപത്രി കൊണ്ടുപോയതല്ലേ. ഞാനിനി എന്താണ് ചെയ്യാനുള്ളത്? എന്നെ ഹോസ്പിറ്റലിൽ പറഞ്ഞു വിടുന്നു, ചുമ്മാ വഴിയെ വന്ന് എന്നെ പിടിച്ച് ഹോസ്പിറ്റലിൽ പറഞ്ഞു വിടുന്നു, എന്നെ കേസിൽ അവസ്ഥ കണ്ടിട്ട് എനിക്ക് കഷ്ടം തോന്നുന്നു. എനിക്കറിയത്തില്ല എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്നുള്ളത്. വളരെ അത് പോട്ടെ, പോട്ടെ, ശരി ആയിക്കോട്ടെ, അത് എന്തോ ആയിക്കും. അതൊന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറഞ്ഞു, ബാക്കി പറഞ്ഞു. എന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം ഒരു മാതാവെന്ന് പറയുന്ന ഒരു അമ്മയുടെ കാര്യത്തിൽ ഈ മകൻ ചെയ്തതെന്നാണോ? ഞാൻ താങ്കളുടെ അമ്മേനെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയിട്ടുണ്ട്? ഏതെങ്കിലും കാലത്ത് താങ്കൾ എന്നെ ഇവിടെ സംസാരിക്കൂ? ഇല്ല. ഇയാൾ എന്നെ കോണ്ടാക്ട് ചെയ്തു, വേറൊരാൾ വഴി പാർട്ടി ലെവലിലുള്ള ഒരാളെ കോണ്ടാക്ട് ചെയ്തു, എന്നെ പേഴ്സണലി സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നെ നിരന്തരമായി വിളിച്ചതിൻ്റെ ഇതിൽ ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് ചോദിച്ചു, അവർ പോകാൻ പറഞ്ഞു. ഞാൻ പോയി. ഈ പുള്ളിയുമായിട്ട് എനിക്കെതിരെ പരാതി കൊടുത്ത ആളുമായിട്ട് ഞാൻ നേരെ സംസാരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ആദ്യം ചോദിച്ചു, താങ്കൾ സമ്മതിക്കണം, താങ്കളുടെ അമ്മ മരിക്കാൻ കാരണം താങ്കളും താങ്കളുടെ സഹോദരിമാരും താങ്കളുടെ കൂട്ടാളികളുമാണെന്ന് സമ്മതിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. പുള്ളി എന്നോട് തിരിച്ച് പറഞ്ഞെന്താണെന്ന് പറയും. പുള്ളി കരഞ്ഞു. പുള്ളി കരഞ്ഞു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ ഇനി ജെന്യൂനായിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ചുമ്മാ എൻ്റെ ഫ്രണ്ട് ഡ്രാമ കാണിച്ചത്. എനിക്ക് എൻ്റെ ബന്ധുക്കളാണെങ്കിലും ശരി, എന്നെ ഏതെങ്കിലും തരത്തിൽ ചതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധമില്ല, എനിക്ക് സംസാരിക്കാനേ താല്പര്യമില്ല. എന്നെ വിളിച്ചിട്ട് പോയി എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് പറ്റിപ്പോയി, ഞങ്ങൾ വിചാരിച്ചില്ല അമ്മയ്ക്ക് അറ്റാക്ക് വരുമെന്ന്. അമ്മയ്ക്ക് വിചാരിക്കണോടാ, നീ വിചാരിക്കണം അമ്മയ്ക്ക് അറ്റാക്ക് വരുമെന്നുള്ളത്. കാരണം നിനക്ക് ബാക്കിയുള്ളവരുടെ കാര്യം വിട്. ആ കസേരയിൽ ചാരിയിരിക്കാമോ? നിനക്കും നിൻ്റെ കുടുംബക്കാർക്കും നിൻ്റെ സഹോദരങ്ങൾക്കും വളരെ വ്യക്തമായി അറിയാം അമ്മയ്ക്ക് സുഖമില്ല, അമ്മ 2 സ്റ്റെങ്ത് ഇട്ട് കിടക്കുന്ന ആളാണെന്ന്. താങ്കളുടെ അമ്മയ്ക്ക് ഇതേപോലെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ താങ്കൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന്? മറ്റവനെ അടിക്കാൻ വേണ്ടി നിൽക്കുമോ, അല്ലെങ്കിൽ അമ്മയെ ആശുപത്രി കൊണ്ടുപോകും, അല്ലെങ്കിൽ എൻ്റെ കാറ് വന്നല്ലോ, എൻ്റെ കാറിൽ കയറ്റി വിടും. ഞാൻ അന്ന് അപ്പം എന്നോട് പറഞ്ഞത്, നീ എന്തിനാണ് ജോസിനെ കൊണ്ടുപോയെന്ന്. എടാ മനുഷ്യ, SI പറയുകയാണ് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ നാളെ SI എൻ്റെ പേരിൽ എടുക്കൂലേ? ഈ ബ്ലഡ് പോകുന്നവൻ അവിടെ കിടന്ന് രക്തം വാർത്ത് മർദ്ദിച്ചാൽ നാളെ നിങ്ങളൊരു മീഡിയക്കാരാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കൂലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ ഒരു മനുഷ്യത്വം ഇല്ലാത്തവനാണ്?
അയാൾ വഴി വന്നവൻ ആശുപത്രി കൊണ്ടുപോകാതെ എടുത്തിട്ട് എന്താ മനുഷ്യത്വം കാണിക്കാൻ പാടില്ലായിരുന്നു. പോലീസിന് അതായിരുന്നു വേണ്ടുന്നത്. ആനന്ദിനെ പോലീസ് നോക്കി വെച്ചിരുന്നു. ആനന്ദിനെ പിടിച്ചിനകത്തിട്ട് കൊടുത്തു. ബിസിനസ് തകർത്തു. എത്ര പേർക്ക് ജോലി കൊടുത്ത മുതലാളി. ഈ കേസ് എടുത്ത ആള് ഇതിലെ ഒരു SI എന്നെ പറഞ്ഞു വിട്ടത് ഒരു SI, അടുത്തത് മറ്റൊരാളാണ്. അയാൾ എന്നെ കാണാൻ വന്നു, എന്നെയുമായിട്ട് സംസാരിച്ചു. പിന്നീട് പോലീസുകാരെ കണ്ടോ? ഈ കേസ് ഇവരുടെ മൊഴി എടുത്തില്ലേ, ആ SI എന്നെ കണ്ടിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പേന ആകെ 1 ടൈമായിട്ടാണ് റോങ് ആയിട്ട് ചലിച്ചത്, അത് നിന്റെ കാര്യത്തിലാണ്. ഒന്ന് റോങ് ആയി ചലിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതമാണ് പോയത്. അതെന്താ അദ്ദേഹത്തിന് മനസ്സിലാവില്ലേ? അത് മെകളിൽ നിന്നൊക്കെ വിളി വന്നു. അത് ഇതിലെ 1-ാം പ്രതി എന്ന് പറയുന്ന ആള് കോൺഗ്രസിൻ്റെ അവിടുത്തെ മുൻ MLA MA വാഹിദിൻ്റെ അടുത്ത ആളായിരുന്നു. അപ്പം എതിർ പാർട്ടിക്കാർക്ക് അയാളോടെ വൈരാഗ്യമാണ് ഇത് വഴി തീർത്തത്. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ എന്ത് വിളിച്ചു, ആയിക്കോട്ടെ, അതെന്താ അവര് വിരോധം പുള്ളി എൻ്റെ അടുത്ത് അവര് തമ്മി തല്ലുവോ അവരെന്തോ കാണിക്കട്ടെ, നിങ്ങളെ പോലെ ഒരു മനുഷ്യനെ എന്തിനു നശിപ്പിക്കുന്നു? പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അത് എടാ പോട്ട് പറ്റിപ്പോയി. ആ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, എടാ മഹാത്മാഗാന്ധി വരെ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന്. മഹാത്മാഗാന്ധി ഈ കേസിനല്ല കിടന്നിട്ടുള്ളത്. മഹാത്മാഗാന്ധി റോഡിൽ കൂടെ പിന്നെ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഇതിപ്പോ കേസൊന്നും അല്ലല്ലോ, 302 മാറ്റി, 307 മാറ്റി, ആംസ് ആക്ട് മാറ്റി, ഇപ്പൊ ഓൺലി 304 മാത്രമേ ഉള്ളൂ. 304 തള്ളിപ്പോന്ന് പറഞ്ഞു. ട്രയൽസിൽ തള്ളിപ്പോയി കേസ്. നീ വേറെ കംപ്ലൈൻറ്റിനൊന്നും പോകണ്ട, ഇത് ട്രയൽസിൽ തള്ളിപ്പോവും. പക്ഷെ ഞാൻ എൻ്റെ കുടുംബം അനുഭവിച്ചത്, അല്ലെങ്കിൽ എനിക്കുണ്ടായ നഷ്ടം, എൻ്റെ കമ്പനിയിൽ ഏകദേശം 100-100 ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇവരെ കൊണ്ട് പറ്റുമോ ജോലി കൊടുക്കാൻ? അവരുടെ കുടുംബങ്ങളെ നോക്കാൻ പറ്റൂ? ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. ആനന്ദ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇതാണ്. ഒരു പാർട്ടി ഞാൻ ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഈ 2 പാർട്ടിക്കാർക്കും, ഈ കോവിഡ് സമയത്തായ പോലും 2 പാർട്ടിക്കാർക്കും ഇല്ലാന്ന് അതാണ് ചോദിക്കുന്നത്. എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? എല്ലാ ടൈമിലും കൊടുക്കുന്നുണ്ട്. ഇത്ര രൂപയൊന്നുമല്ല. ഇലക്ഷൻ ആവട്ടെ, ഇവരുടെ പാർട്ടി പരിപാടി ആവട്ടെ, ഈ പറയുന്ന മന്ത്രി അവിടെ TV കൊടുക്കാൻ വന്നപ്പോൾ ഞാൻ TV സ്പോൺസർ ചെയ്ത് കൊടുത്തു, പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ഫോൺ സ്പോൺസർ ചെയ്ത് കൊടുത്തു, മെഡിക്കൽ ചെലവിന് അവിടെ കാശ് കൊടുത്തു. കോൺഗ്രസ്സുകാർ വന്ന് ചോദിച്ചപ്പോൾ 500 കിറ്റ് മേടിച്ചു കൊടുത്തു. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ഈ എല്ലാ പാർട്ടിക്കാരെയും ഞാൻ പറയുന്നില്ല. ഇപ്പോഴുള്ളതിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു പൊഴിയൂർ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവിടെ ഏകദേശം ഒരു 10-50ഓളം ആൾക്കാർക്ക് ഞാൻ ഈ ക്യാൻസർ രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും ആ വ്യക്തിക്ക് ഇന്നും എൻ്റെ അടുത്ത് സ്നേഹമാണ്. അയാൾ പ്രോപ്പറാണ്, ജെന്യൂനാണ്. അയാളുടെ പേര് മാർട്ടിൻ തോബിയാസ് എന്നാണ്, ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അയാൾ കാര്യം നമ്മൾ 1 രൂപ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളെ വിളിച്ച് അയാളെ കൊണ്ട് നമ്മളെ തിരിച്ച് വിളിപ്പിക്കും. ഞങ്ങൾക്ക് കാശ് കിട്ടിയിട്ടുണ്ട്, ഇന്നതാണ് ഞാൻ. അല്ലാതെ ബാക്കിയുള്ളവരെ പോലെയല്ല. ഇത് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നത് എന്താണെന്നറിയോ? ഒരു കൈ കൊണ്ട് മേടിച്ച് മറ്റേ കൈ കൊണ്ട് കൊണ്ടുപോകുന്നവരാണ്. ഒരു ജോലിയും കൂലിക്കും പോകാതെ നിൽക്കുന്നവരാണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരെ എങ്ങനെയും ബുദ്ധിമുട്ടിപ്പിക്കുക. സാധാരണക്കാരനെ ഇപ്പം ഞാൻ ഒരു പ്രവാസിയാണ്. ഞാൻ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കേസുകളിൽ ഞാൻ അല്ലെങ്കിൽ പോലീസുകാരുടെ നോട്ടപ്പുള്ളിയായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും അടിക്കാൻ പോകണം. പിന്നെ എന്തിനാണ് എനിക്കിപ്പോഴും അറിഞ്ഞൂടാത്തത്? എന്നെ എന്തിന് ഇതിനകത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നോട് പക്ഷേ പോലീസ് ആദ്യം പറഞ്ഞ കുഴഞ്ഞുകൊണ്ട് മരിച്ചു എന്നാണ്. ഞാൻ രാവിലെ മനോരമ പത്രത്തിലും വായിച്ചത് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ്. നമ്മളോട് അങ്ങനെയാണ് ആദ്യം അവർ പറഞ്ഞത്, ഇത് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന്. പിന്നെ ഇത് എങ്ങനെ ഇതൊക്കെ മാറിത്തിരിഞ്ഞ് പോയി എന്നുള്ളതാണ്. ഞാൻ പിന്നീട് ഇത് ഫോളോ ചെയ്തില്ല. എനിക്കതിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്താപം ഉണ്ട് ആ കാര്യത്തിൽ. അല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ അങ്ങനെ നിന്നതുകൊണ്ട് എനിക്ക് പിടിച്ചെങ്കിൽ 6-ാം പ്രതിയായിട്ടുള്ള ഒരാളുണ്ട്, സൈമൺ എന്നാണ് അയാളുടെ പേര്. ഒക്കെ 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികൾ, 12, 13, 14 വയസ്സുള്ള പെൺകുട്ടികളാണ്. താങ്കൾക്ക് മകളല്ലേ? എനിക്ക് മകളാണ്. ഇവർ ഈ കഥയൊക്കെ അറിയില്ലേ? ഇതുവരെ അറിയിച്ചിട്ടില്ല. ആ പുള്ളിയുടെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു ദിവസം എൻ്റെ അടുത്ത്, ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ, ഈ പറയുന്ന ആളുടെ കൂടെ പഠിച്ച വ്യക്തിയാണ്. ഞാൻ അവിടെ വന്നപ്പോൾ പോലും അയാൾ അവിടെ ഇല്ലായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ തീർച്ചയായിട്ടും ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതെൻ്റെ അടുത്ത് പോലീസ് എന്ന് പറഞ്ഞാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആരാണെന്ന് പോലീസുകാർക്ക് അറിഞ്ഞൂടെന്നാണ് അവർ പറയുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ഇവർ ചെയ്യുന്ന പ്രവൃത്തിക്കൊക്കെ അനുഭവിക്കില്ലേ ഇനി? തീർച്ചയായിട്ടും. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു പ്രവാസിയെ തകർത്ത് നശിപ്പിച്ച്. ഞാൻ എൻ്റെ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫിൽ പോയതാണ്. 18 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗൾഫിൽ പോയത്. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയും കടലിൽ ജോലിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ അപ്പൻ കടലിൽ ജോലിക്കുന്ന ആളാണ്. അവിടെ നിന്നാണ് ഞാൻ ഈ കുപ്പത്തോട്ടം നിന്നാണ് ഞാൻ പൊങ്ങി വരുന്നത്. എന്നെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ഉപദ്രവിക്കായിരുന്നു, നശിപ്പിക്കാതിരിക്കണ്ടേ. ഇവരെ നമ്മുടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിപ്പിച്ചു. എന്നെയും ഇവരെയും തമ്മിൽ ഒരുമിച്ചിരുത്തിച്ചു.
ചോദിച്ചു എന്തിനാണ് ഇവനെ ഇത് ചെയ്തത്. അവിടുത്തെ ഡിവൈഎസ്പിക്ക് വ്യക്തമായ തെളിവുകളുണ്ടായിരുന്നു. അയാൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു. എന്താണ് ഇവൻ ചെയ്ത തെറ്റ്? നിങ്ങൾ ആരെങ്കിലും അടിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മേനെ ഉപദ്രവിച്ചു? നിങ്ങളുടെ അമ്മയ്ക്ക് യാതൊരു വിധം മർദ്ദനം ഏറ്റിട്ടില്ല, അത് 100%. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഒന്നുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ? പിന്നെ നിങ്ങൾ എന്താണ്? അപ്പോൾ ഇവർ തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ? ഇവൻ 2 കാറിലാണ് വരുന്നത്. അപ്പോൾ അയാൾ ചോദിച്ചു, മനസ്സിലായില്ല. എനിക്കും മനസ്സിലായില്ല. ഇവൻ 2 കാറിലാണ് വരുന്നത്. ഇവൻ നേരത്തെ ഭിക്ഷക്കാരനായിരുന്നു, ഇവനൊന്നും ഇല്ലായിരുന്നു. ഇവൻ മറ്റേ ഓല വരഞ്ഞ വീട്ടിലായിരുന്നു താമസിച്ചത്. ഇപ്പോൾ ഇവനെ സാമ്പത്തികമായിട്ട് ഇവൻ വളർന്നു. ഇതാണ്ടിരുന്നു ഇവർക്ക് എൻ്റെ അടുത്തുള്ള പ്രശ്നം. എടാ, അധ്വാനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും, ഈ പറയുന്ന ആൾക്കും അയാൾക്കും അധ്വാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മുന്നോട്ട് വരാം. എന്താ ചെയ്യല്ലേ? അപ്പോൾ അയാൾ ചോദിച്ചു, അവൻ ചിലപ്പോൾ ഫ്ലൈറ്റിൽ വരും, കപ്പലിൽ വരും, അതിന് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്താണ് പ്രശ്നമുള്ളത്? നിങ്ങൾ എന്തിനാണ് ഈ കേസിൽ ഇവനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചത്? നിങ്ങൾക്ക് അവരുമായിട്ട് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമോ കാര്യങ്ങളോ ചെയ്തു. അപ്പോൾ ഞാൻ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ ഞാൻ കൊണ്ടുപോണ്ടേ? എന്താ ചെയ്യാൻ പറ്റുക? ഈ കേസ് ശിക്ഷിച്ചാൽ എന്ത് ചെയ്യും? ചോദിച്ചേ. എൻ്റെ അടുത്ത് അന്ന് കോംപ്രമൈസിന് പുള്ളി എന്നെ വിളിച്ച്, എന്തിനാണ് കോടതിയിലിരിക്കുന്ന കേസിന് ഇവരെന്തിനാണ് എന്നെ കോംപ്രമൈസ് ചെയ്യുന്നത്? എനിക്ക് താല്പര്യമില്ലടോ തന്നെയുമായിട്ട് സംസാരിക്കാൻ വേണ്ടി. എന്നെ കള്ളക്കേസിൽ കുടിക്കുക, താങ്കളുമായിട്ടോ താങ്കളുടെ ഫാമിലിയുമായിട്ടോ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്തിനാണ് എൻ്റെ പുറകെ വരുന്നത്? പുള്ളി എൻ്റെ ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ അമ്മ മരണപ്പെട്ടെങ്കിൽ എൻ്റെ അമ്മ ഡെയിലി രാവിലെ ഞാൻ ഉറക്കെഴുന്നേൽക്കുമ്പോൾ എൻ്റെ അമ്മ ഫ്രണ്ടിൽ ഉണ്ട്. ഞാൻ പറഞ്ഞത് അത് അങ്ങനെയുള്ള ഒരാൾ ആദ്യം അമ്മ ആശുപത്രി കൊണ്ടുപോകണ്ടേ? 2 മണിക്കൂറോളം ഈ അമ്മച്ചി 6:45 ഇവർ പറയുന്ന കണക്ക് 6:45 എന്താണ് അവിടെ വഴക്ക് കിടന്നതെന്നാണ് പറയുന്നത്. ഞാൻ 7:20 7:15 ഒക്കെ ആയപ്പോഴാണ് അവിടെ വന്നത്. അന്ന് അവർ പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ? ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പുള്ളിക്കാരനെ അടിച്ചു. അത് കണ്ടിട്ട് അമ്മ വന്ന് അമ്മയ്ക്ക് അടികെട്ടി മരിച്ചു. പിന്നെ ഇപ്പം ഇവരുടെ കൂട്ടത്തുള്ള ഒരാൾ പോയി സ്റ്റേഷനിൽ കേസ് കൊടുത്തു. എന്താണെന്നറിയോ? ഇവരിതെല്ലാം ചെയ്തത് കള്ളമായിരുന്നു, ഇവർ മനഃപൂർവ്വം ചെയ്ത ആൾക്കാരെ പ്രതിയാക്കിയെന്ന് പറഞ്ഞ് ഇയാളുടെ കൂട്ടത്തിലുള്ള ഇയാളുടെ കൗണ്ടർ കേസ് ഉണ്ടല്ലോ, അതിലുള്ള ഇയാളുടെ കൂട്ടുപ്രതിയായിട്ടുള്ള ആൾ പോയി മൊഴി കൊടുത്തു. ഇവരെ വിളിപ്പിച്ചു സ്റ്റേഷനിൽ. ഇപ്പം പറയുന്നത് എന്താണെന്നറിയോ? അതിലൊരു മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്, ആനന്ദ് പിന്നീടാണ് അവിടെ വന്നത്. അതല്ലേടോ ഞാനും എന്ന് പറഞ്ഞ ആനന്ദ് പിന്നീടല്ലേ വന്നത്. കടകംപള്ളി സുരേന്ദ്രൻ പാർട്ടി നിങ്ങൾ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അതിനുവേണ്ടി ഞാനും ഒരു കരുതൽ സ്വീകരിക്കും. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.